ബീച്ചെന്നത്താ ഇന്ന് നേരത്തെ വന്നു, വേണമെങ്കിൽ ഓട്ടോ അല്ലേ വരും. ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് വാച്ചൊക്കെ മറന്നുപോയി ഗൈസ്. ഒരു ഓട്ടോ വരുന്നുണ്ട്, വേണമെങ്കിൽ വിളിച്ച് കയറ്റുന്നു, നോക്കാം. ഇന്നലെ ഞാൻ എത്ര സമയം നിന്നു? അയ്യോ, എൻ്റെ ഓട്ടോ വന്ന്, അയാൾ ഫോൺ അടിച്ചിട്ട് പോയി. ഇന്ന് അയാൾ നിർത്തലില്ലേ? പോട്ട്. പിന്നെ ഞാൻ ഇന്ന് പറയാൻ വന്നത്, നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ അതിലൊന്നും പഠിക്കാനില്ല. പക്ഷേ നമുക്ക് ജോലി സ്ഥലത്തു നിന്നായാലും വാഹനത്തു നിന്നായാലും ഇവൻ ബന്ധുക്കളായാലും നമ്മൾ ഒരു അനുഭവത്തിൽ തന്നെ പാഠം പഠിക്കണം. അതിന് പ്രേമിച്ചിട്ടോ ഭർത്താവോ അല്ല ഭാവിയിൽ ഭർത്താവാകാൻ പോണാളോ എനിക്ക് ഇനി അപ്പം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, മറ്റുള്ള ലോകത്ത് ഒരു ഘടകവും നമ്മളെ തീരുമാനത്തിന് തടസ്സമാവാൻ പാടില്ല. കാരണം നഷ്ടം നമുക്ക് മാത്രമായിരിക്കും. നഷ്ടം നമുക്ക് മാത്രം. അതായത് ആ വ്യക്തിക്ക്, വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ മക്കൾക്കോ ലോകത്തൊരാൾക്കും അങ്ങനെ നഷ്ടങ്ങൾ ഉണ്ടാവില്ല. നമ്മളെ ഹൃദയത്തിന് മുറിവേൽക്കും. നമ്മൾ ഫിസിക്കലി വീക്കാവും, നമ്മൾ മെൻ്റലി വീക്കാവും, നമ്മൾ ഫിനാൻഷ്യലി വീക്കാവും. നമ്മൾ വീക്കാവാതിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കുക, അത്ര തന്നെ. അപ്പോൾ അയ്യോ എന്ത് വിചാരിക്കും, എങ്ങനെ ഡിവോഴ്സ് ചെയ്യും? ഒരു ഡിവോഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു 10-40 കൊല്ലം ഒരു ചാപ്പേനെ സഹിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു ചേപ്ര വ്യക്തിത്വമില്ലാത്ത. അതിപ്പം പലയാൾക്കും പല അനുഭവത്തിലും പല പ്രാവശ്യം പരാജയങ്ങളുണ്ടാവും. അതൊക്കെ നെവർ മൈൻഡ്. എല്ലാവരും പുതിയ വിഷയം കിട്ടുമ്പോൾ പുതിയ വിഷയത്തിലേക്ക് പോകും. അതെന്ത് തന്നെയായാലും സബ്ജക്റ്റ് കിട്ടുന്നതിനനുസരിച്ച് മാറി മാറി മാന്തിച്ചകയും കുത്തും. പിന്നെ എപ്പോഴും മറ്റൊരാളെ പൈസ വാങ്ങി ജീവിക്കുന്നവരായിരിക്കും മറ്റൊരാളെ കാര്യത്തിൽ കൂടുതൽ താല്പര്യം കാണിക്കണം. അത് സംഘടന ആയിക്കോട്ടെ, ഒരു പാർട്ടി ആയിക്കോട്ടെ, ഓസിയിൽ ജീവിച്ച് കട്ട് ജീവിച്ച്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ജീവിച്ച്, അനധികൃതമായ വരുമാനം ഉണ്ടാക്കിയവർ, അങ്ങനെ ഒറ്റപ്പാട്, അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് എല്ലാം മൂടിക്കെട്ടി മാന്യത നടിക്കുന്നവർ, ഇവരെല്ലാം വിധി എഴുതാൻ നടക്കുക. നമ്മൾ ആ വിധി മൈൻഡാക്കുന്നില്ല എന്ന് കാണുമ്പോൾ തനിയെ അങ്ങ് താണിരുന്നോളൂ. മോർണിംഗ് വാക്ക്, മോർണിംഗ് സൈക്കിൾ സവാരികൾ എല്ലാം ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, പിന്നെ നമ്മൾ നെവർ മൈൻഡായിട്ടിരിക്കുക. ഒരു നെഗറ്റീവെന്ന് പഠിക്കുക, അവരവർക്ക് ഇഷ്ടമുള്ള തീരുമാനം എടുക്കുക. ഒരു കാരണവശാലും മറ്റൊരാൾ നമ്മളെ തീരുമാനം മറ്റൊരാൾ എടുക്കാൻ ഇടയാവാൻ പാടില്ല. അതിന് നമ്മൾ ഒരിക്കലും നിന്ന് കൊടുക്കരുത്. അത് കല്യാണം ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ. ഇപ്പം നമുക്കൊരു അപ്പോയിൻമെൻ്റ് ഓർഡർ വരുന്നു, അതിന് നീ പോകണമെന്ന് നിർബന്ധിക്കാൻ ആർക്കും അധികാരമില്ല. അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു ജോലി കയറി, നമുക്കത് അത്ര പോസിറ്റീവായിട്ട് തരാത്തൊരു കാര്യം. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടാത്ത ഒരു കാര്യം, അതിനി 1 കോടി കിട്ടുന്നതായാലും ആരെന്ത് പറഞ്ഞാലും എന്ത് ഈ ഭൂമിയിൽ സംഭവിച്ചാലും
നമുക്ക് സന്തോഷം കിട്ടാത്തൊരു കാര്യത്തിന് നമ്മൾ നിൽക്കാൻ പാടില്ല. എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. എനിക്ക് എൻ്റെ ചുറ്റുപാടുകളോ എൻ്റെ ബന്ധുക്കളോ എൻ്റെ നാട്ടുകാരോ ആരെന്ത് കുരച്ചാലും അവരെന്നെ നോക്കി ചിരിക്കും, അവരെന്നെ നോക്കി പരിഹസിക്കും. ചില തൊഴിലിടങ്ങളിൽ ഇപ്പോൾ എല്ലായിടത്തും പറയാൻ പറ്റൂല, ചേർത്ത് പിടിക്കുന്ന സർക്കാർ ഓഫീസൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയാം. വളരെ ചേർത്ത് നിർത്തുന്ന നമ്മളെ അപ്പ് ആൻഡ് ഡൗൺസിലെല്ലാം അത് പോട്ടെ ടീച്ചർ, അല്ലെങ്കിൽ അത് പോട്ടെ എന്ന് പറയുന്ന നല്ല ആൾക്കാരുണ്ട്. കൂട്ടായ്മയിൽ പോകുന്ന എല്ലാവരും മനുഷ്യരാണെന്ന് തിരിച്ചറിയുന്ന എത്രയോ നല്ല നല്ല സ്റ്റാഫുകളുണ്ട്. അപ്പോൾ നമുക്ക് സന്തോഷമായ മൂഡാണെങ്കിൽ മാത്രമേ നമ്മളത് കണ്ടിന്യൂ ചെയ്യണ്ടൂ, അല്ലെങ്കിൽ നമ്മൾ അങ്ങ് വിട്ടേക്കണം, മൈൻഡ് ചെയ്യരുത്. അതിനി എത്ര വലിയ കൊമ്പനായിക്കോട്ടെ. പിന്നെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ടും ശക്തമായിട്ടും പറയും വേണം. അതിൽ നമ്മൾ ഭീരുവാൻ പാടില്ല. നമ്മൾ സാഹചര്യങ്ങൾ വെച്ചിട്ടാണ് ഭീരുവാവുന്നത്. എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാനുള്ള ആർജവം മതി. എന്ത് ജോലി, ഹൈവേ അടിച്ചു വാരിയാലും മതി. അപ്പോൾ അതിലൊന്നും തളരാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ നമ്മളെ നേരെ സെക്ഷൽ ഹരാസ്മെൻറ്റോ നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് നമ്മളെ നേരെ ഇതൊക്കെ വരുമ്പം നമ്മൾ മനുഷ്യനല്ലേ, അങ്ങനെ ഭയങ്കര ഒരു അമാനുഷിക ശക്തിയില്ലവരൊന്നും ആരും. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പലതും ഉണ്ടാവും. എന്നെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കി ഒരുപാട് ആളുണ്ട്. എനിക്ക് മനസ്സിലായത് എപ്പം എന്നറിയാം, ഞാനൊരു 3 ദിവസം മുന്നേ സ്റ്റാറ്റസ് ഇട്ടു. ഒരു സ്റ്റാറ്റസ് കോമൺ ആണ്, അതെനിക്കും ആവാം. അയ്യോ, എന്നെ ഒരുപാട് ആൾ വിളിച്ചു, ഒരുപാട് ആൾ വാട്സപ്പിൽ വന്നു, എൻ്റെ നമ്പർ അറിയാത്തവർ മെസ്സഞ്ചറിൽ വന്നു. നിങ്ങളെ, അതായത് എസ് എ ലേഡി, നിങ്ങളെ വിചാരിച്ചിട്ട് ഞങ്ങളെ അഭിമാനിക്കുന്നവരാണ്, മറ്റാരെ കാര്യവും നിങ്ങളെ കാര്യവും, അങ്ങനൊരു സ്റ്റാറ്റസ് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഒരു ലേഡി എന്നുള്ള നിലയിൽ നിങ്ങളെ വീഡിയോസും നിങ്ങളെ സമരങ്ങളും നിങ്ങളെ പ്രതികരണങ്ങളും എല്ലാം നമുക്കൊരുപാട് പ്രചോദനം തന്നിട്ടുണ്ട് ലൈഫിൽ. നിങ്ങളങ്ങനത്തെ ഒരു സ്റ്റാറ്റസ് ഇടാൻ പാടില്ല. മറ്റാരിട്ടാലും നമ്മൾ സഹിക്കും, നിങ്ങളങ്ങനെ ഇടാൻ പാടില്ല. പിന്നെ കുറേ, അതായത് ഇപ്പം എൻ്റെ മോൻ്റെയൊക്കെ പ്രായമുള്ളവർ വിളിച്ചിട്ട് മെസ്സഞ്ചറിൽ, ചേച്ചി ആ സ്റ്റാറ്റസ് ഡിലീറ്റ്, ചേച്ചി ആ സ്റ്റാറ്റസ് ഡിലീറ്റ്. ഞാൻ പറഞ്ഞു അതൊരു കോമൺ ഇതാണ് ഞാൻ പറഞ്ഞത്. കോമൺ ആയാലും നിങ്ങളിടണ്ട, കോമൺ സംഭവമായാലും നിങ്ങളതിടാൻ പാടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കരമായിട്ട് ഐ ആം സോ പ്രൗഡ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് നമ്മളെ ലൈഫിൽ. അപ്പോൾ അതിപ്പോൾ ഞാനിപ്പോൾ പറയാൻ കാരണം, ആരെങ്കിലും അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ, സഹിക്കാൻ പറ്റാത്തത് സഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ നേരെ കുതിര കയറാൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ സഹിക്കണ്ട. നമ്മളെ മനസ്സിലാക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ ചെറിയ ചെറിയ രീതിയിൽ ഇപ്പം നമ്മൾ മധുരപ്രതികാരം എന്ന് പറയുന്നില്ലേ, അതുപോലൊക്കെ വേണം. എന്നാലേ നമുക്ക് പിന്നെ നമ്മളെ ലക്ഷ്യം കാണാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ വേസ്റ്റ് വോട്ട് ചെയ്യാൻ പറ്റില്ല. അത് പറ്റില്ല. എല്ലാവർക്കും ഡംപ് ചെയ്യാനുള്ള, അങ്ങനെ ഇത്രയും പറയുമ്പോൾ അതും പറയാനുണ്ട്. അങ്ങനെ ഒന്നും കെടുക്കരുത്, അത് പറയാനുണ്ട്. കാരണം അയ്യോ, അവൾ മേലധികാരിയല്ലേ, അവൻ മേലധികാരിയല്ലേ, ഒക്കെ കൂടെ ജോലി ചെയ്യുന്നവരല്ലേ, ഇത് കൂടെ യാത്ര ചെയ്യുന്നവരല്ലേ, ഇവരെനിക്ക് ഇനിയും കാണണ്ടേ, ഇനിയും കാണേണ്ടവരാന്ന് വെച്ചിട്ട് വേണ്ടാത്ത ബന്ധമൊന്നും നമ്മൾ
നമ്മളെ വിലപ്പെട്ട സമയമോ അല്ലെങ്കിൽ നമ്മളെ വിലപ്പെട്ട ഒരു ചിരിയോ നമ്മളൊരു വിഷ് ചെയ്യുന്നതോ ഹായ് പറയുന്നതോ നമ്മളെ വിലപ്പെട്ട സമയം നമ്മളെ വിലപ്പെട്ട മെമ്മറീസിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യും. അല്ലാത്തത് നമ്മൾ ഡംപ് ചെയ്യാം. നമ്മളെ മനസ്സിൽ അവരായിക്കോട്ടെ വേസ്റ്റ് ബോക്സ്. ഇപ്പം എൻ്റെ കണ്ണിൽ കുറച്ച് വേസ്റ്റ് ബോക്സുകളുണ്ട്. ഞാനത് അതുപോലെ തള്ളിയതാണ്. അതിപ്പം മുന്നേ ഉണ്ടായിരുന്നു, ഇപ്പം എന്നെ ബാധിക്കുന്നില്ല. ആരോ ആയിക്കോട്ടെ, 2 ആളായിരിക്കാം, 10 ആളായിരിക്കാം, ഒരാളായിരിക്കാം. നമ്മളൊരു ശവറ്റോട്ടായിട്ട് അങ്ങ് വെച്ചാൽ മതി. നമ്മളിൽ വരുന്ന നെഗറ്റീവ് അതിലേക്ക് അങ്ങ് നിക്ഷേപിക്കാം. നമ്മൾ പിന്നെ അതൊന്നും അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ വറിയിടാവില്ല. ചില മെമ്മറീസ് കയറി വരും. ഇപ്പം എല്ലാവർക്കും ഉപദേശിക്കാൻ പറ്റും, ഇത് നടപ്പിലാക്കണ്ടേന്ന് പറയലുണ്ട് ചിലർ. അതായത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണ്ടേന്ന്. എല്ലാം ഒന്നും പറ്റുമൊന്നുമില്ല, ചിലതെല്ലാം പറ്റും. ഈ കൗൺസിലിങ്ങും ഉപദേശം ഇടുന്നതൊക്കെ എല്ലാവർക്കും പറ്റും, പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യണം. എൻ്റെ വണ്ടി വരുന്നുണ്ട്, ഒരു മിനിറ്റ്. സൂട്ട് കോപ്പി. സൂടുമാ. എപ്പോഴെങ്കിലും അല്ലല്ലോ നമ്മളിപ്പോൾ ദിവസവും കുടിക്കുമ്പോൾ, അല്ല എപ്പോഴെങ്കിലേ കുടിക്കൂ, ദിവസവും കാണും. അപ്പോൾ കാണുന്നതിന് മുന്നേ ചോദിക്കും കോഫി ആണോ. അതൊക്കെ മതി. ചെറുതായിട്ട് മതി, വലുതായിട്ട് ഫീൽ ചെയ്യും. ചില റയർ കേസ് അച്ഛൻ മോളെ കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും, ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട്, വലിയ മോളെ കണ്ട ഫീൽ ചെയ്യും.